ഹായ്, എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വെജിറ്റബിൾ റൈസ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകട്ടെ. 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് പശു നെയ്യ് എടുക്കണ്ടേ. ചൂട കടുക് ഇട്ട് കൊടുക്കാം. പിഞ്ച് ചെറിയ ജീരകം, സ്വല്പം ഉഴുന്നു പരിപ്പും കടലപ്പരിപ്പും ആണ്. സ്വല്പം കുറേശ്ശെ ഇട്ടാൽ മതി, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരു പിഞ്ച്. പക്ഷെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കണമല്ലോ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് മുരിഞ്ഞ പോലെ ചെയ്യാൻ മതി. ഒരു പച്ചമണം ഇട്ടിട്ട് മുരിഞ്ഞ പോലെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ ചോറ് കൊടുത്തയക്കുമ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെളിച്ചു എന്നൊക്കെ വരും. ഇപ്പൊ മുരിച്ചെടുത്താല് നമുക്ക് നല്ലതാണ്. ഒന്ന് മുരിഞ്ഞ് കിട്ടിയാല് അതിനും അല്ലെങ്കിൽ പച്ചക്കിട്ടാലും മതി. പച്ചക്കിടണ്ട, ഇതേപോലെ മുരിച്ചെടുക്കുക. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താണ്. ചോറ് മുരിയട്ടെ കുറച്ച്. അത് മുരിയുമ്പോ നല്ല മണം കിട്ടോ. നമ്മൾ തേങ്ങ വെക്കുമ്പോഴൊക്കെ നല്ല മണം ഉണ്ടാവില്ലേ. അപ്പൊ ആ കടലപ്പരിപ്പിന്റെയും ഉഴുന്ന പരിപ്പിന്റെയും ഒക്കെ നല്ല ആ ജീരകം പൊട്ടിന്റെ ഒക്കെ മണം ഉണ്ട്. അപ്പൊ ഇത് ഹെൽത്തി ഫുഡ് ആവും. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തയക്കാൻ നല്ലതാണ്. ഈ ബേക്കറിയിൽ നിന്ന് ഇതൊക്കെ മേടിച്ചു കൊടുക്കണതിന് പകരം ഇങ്ങനെ വീട്ടിൽ നിന്ന് അതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി, വെറൈറ്റി ആയിട്ട്. അപ്പൊ അവരത് കഴിച്ചോളും. ചെറിയ കുട്ടികൾക്ക് പച്ചമുളക് പറഞ്ഞിട്ട് കൊടുക്കണം. നമുക്ക് വലിയവർക്കും കഴിക്കാം, അതേപോലെ ഉണ്ടാക്കി ചെറിയ എല്ലാവർക്കും കഴിക്കാം. ദഹനമില്ലാത്തവർക്കൊക്കെ ഇത് നല്ലതാണ്. ഗ്യാസ്ട്രിക് ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കണം നല്ലതാണ്. പിന്നെ ഗ്യാസ്ട്രിക് ഉണ്ടെങ്കിൽ വെളുത്തുള്ളി, സവാള, അതൊക്കെ ഉള്ളികളൊക്കെ കുറയ്ക്കുക, എരിവുകളൊക്കെ കുറയ്ക്കുക. നെഞ്ഞരിച്ചിലൊക്കെ ഉള്ളവർക്ക്, പുളിച്ചിലൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനത്തെ ഭക്ഷണം കഴിക്കണം നല്ലതാണ്. ചെറുനാരങ്ങ നീര് കുറയ്ക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല അസുഖം കിട്ടും. ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ചാല് അതുപോലെ ഇലക്കറികളൊക്കെ കഴിച്ചാൽ നല്ലതാണ്. ഉപ്പും ഈ വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം വെക്കുക. അപ്പൊ വിഷാംശം അതൊക്കെ പോവാനായി നല്ലതാണ്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ നല്ലപോലെ കഴുകിയെടുക്കുക. എന്നതിന് ശേഷം അരിയുക. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാത്തിലും മായല്ലേ, മീനിലായാലും ഇറച്ചിയിലായാലും പച്ചക്കറികളിലായാലും എന്തിനാണോ ഈ മായം ചേർക്കണം? ഇപ്പോഴല്ലേ ആൾക്കാർ വേഗം മരിക്കുള്ളൂ അല്ലേ. അല്ല, കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടണമെങ്കിൽ എല്ലാവരും ജീവിച്ചിരുന്നാലല്ലേ പറ്റുള്ളൂ. ഇപ്പൊ പറമ്പുകളൊന്നും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? വാങ്ങിച്ചു കഴിക്കാനല്ലാതെ. പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിച്ച് കഴിക്കാന്ന് വിചാരിക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട്. അല്ലാത്തവരുടെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. ഒന്നിങ്ങനെ മാറ്റിയെടുത്താൽ മതി. ആ ഓവറായിട്ട് വേവിക്കണമെന്നില്ല, ഇതന്നെ ഇങ്ങനെ വെന്തോളും ഇതിൽ കിടന്നിട്ട്. നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഇങ്ങനെ എല്ലാം കൂടി സെറ്റായി നല്ലതിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇടുമ്പോൾ ഫുൾ കളർ മാറും. കുട്ടികൾക്ക് ഇഷ്ടവും ഈ കളർ കാണുമ്പോൾ. സ്കൂളിലൊക്കെ അവർക്ക് കൊണ്ടുപോകാനും ഇഷ്ടവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പശു നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റാണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിട്ട് കൊടുക്കാട്ടാ.
ഇതൊക്കെ കൂടി ഞാൻ കുഴച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് പാത്രത്തിലാക്കി കൊടുക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം പാത്രത്തിലാക്കി കൊടുക്കുക. ചോറൊന്നും നാശാവില്ല. കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഹെൽത്തി ഫുഡായ കളർ കാണുമ്പോൾ അവർക്ക് കഴിക്കാനും ഇഷ്ടമാണ്. കുട്ടികളെ പറ്റിയ ഇഷ്ടമാണ്. നമുക്ക് വേഗം ഉണ്ടാക്കും ചെയ്യാം. ചെയ്യാനുള്ള ടൈം വേണ്ടോ? ചെയ്യാവുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ഫുഡാണ്, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഇതിൽ വേണമെങ്കിൽ മുട്ട ചേർക്കാം കേട്ടോ. ക്യാരറ്റും ഇതൊക്കെ ഇടുമ്പോൾ മുട്ട ഉടച്ച് വീഴ്ത്തിയാൽ മതി. അതൊക്കെ പൊരിഞ്ഞതിന് ശേഷം മുട്ട അടച്ച് വീഴ്ത്തിയാൽ എന്നിട്ട് വറുത്തെടുത്താൽ മതി അതിൻ്റെ ഒപ്പം തന്നെ. അതിന് ശേഷം ചോറിട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വലിയവരും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.